എൻ്റെ പേര് മജീദ് കാരാങ്കോട്ടിൽ നിന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് KM എഞ്ചിനീയറിംഗ് വർക്ക്സ് നെല്ലായ. അതായത് എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രാവൽസ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓട്ടോമൊബൈൽസ് ഫീൽഡ് ഉണ്ടായിരുന്നു, പിന്നെ പെയിൻറ്റിങ് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. ഇത് നമ്മളെ പിന്നെ റൂം വാടക കൊടുത്തിരുന്നത് ഷാർപ്പ് എന്ന ഇൻഡസ്ട്രിയൽ സ്ഥാപനമായിരുന്നു. അതിപ്പോൾ മറ്റേ ഒരു കുറച്ച് നാളത് അടച്ചിട്ടതിന് ശേഷം 2000 ഞാൻ അത് ഏറ്റെടുക്കാനുണ്ടായത്. ഇപ്പോൾ 25 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ തുടരുന്നു. അതായത് മെയിനായിട്ട് ഷട്ടർ വർക്ക്, പിന്നെ ഗേറ്റ് ഗ്രിൽസ്, പിന്നെ അതുപോലെ പിന്നെ സ്റ്റീൽ വർക്ക്, സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ, പിന്നെ ബാൽക്കണി വർക്ക്, പിന്നെ വേണ്ടത് പൈപ്പ് ബാൻഡിങ് വർക്കുകൾ, അതിൻ്റെ ഡിസൈൻ വർക്കുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ പിന്നെ ഇൻഡസ്ട്രിയൽ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞില്ല, ഞാൻ ട്രാവൽസ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുമാതിരി മറ്റേ ഓട്ടോമൊബൈൽസ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ പെയിൻറ്റിങ് ഫീൽഡിലുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് പിന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഡോർ വിൻഡോസിൻ്റെ പരിപാടിയാണ്. അതതിൻ്റെ ഇപ്പോൾ അതിലുള്ളത് ചൂരക്കോടാണ്, വല്ലപ്പോഴും ചൂരക്കോടാണ്. അത് ബ്രാഞ്ചായിട്ടുണ്ട്. അതുമാതിരി പിന്നെ ഇനി അടുത്ത മാസം മുതൽ സ്റ്റീൽ ഇന്ത്യ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു 6 ആളുകളോട് കൂടിയുള്ള സംരംഭമാണ്. അത് ഷട്ടറിൻ്റെ മെറ്റീരിയൽസ് ഉള്ള സ്ഥാപനമാണ്. അതിൻ്റെ മാനുഫാക്ചറാണ്. ഷട്ടർ ലീഫിൻ്റെ മാനുഫാക്ചറിങ് വർക്കാണ്. അതായത് അതുപോലെ ചാനൽ വരും, ബോട്ടം, സ്പ്രിങ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ മാനുഫാക്ചർ ചെയ്യും. അങ്ങനെയാണ്. ഇത് പറഞ്ഞാൽ ചില ആളുകൾ അതായത് റേറ്റ് ഒരു ഏകീകരണമൊന്നുമില്ലാതെ പല ലെവലിൽ എടുക്കുന്നുണ്ട്. ഇതൊരു കൂലി പൈസയിട്ട് ചില ആളുകൾ എടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഒരു കോമ്പറ്റീഷൻ വരുന്നത്. വേറെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവർ ആളുകളായിട്ടുള്ള അടുപ്പമുള്ള ഇതിനനുസരിച്ചാണ് വർക്കുകൾ കിട്ടുക. വേറെ ആളുകളായിട്ട് എങ്ങനെ നമ്മൾ ബന്ധപ്പെടുന്നത് അതുമാതിരിയുള്ളതാണ് നമ്മൾ വർക്കുകളൊക്കെ വരിക. ഹിൽസ് അതൊക്കെ നമ്മൾ ഇരുമ്പിൽ ചെയ്യുന്ന ആംഗിളിൽ ഇരുമ്പിലൊക്കെ ചെയ്യുന്ന വെയിറ്റിലാണ് വർക്ക് ചെയ്യുക. പിന്നെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡലിനനുസരിച്ചാണ് റേറ്റ് പറയാം. അതതിൻ്റെ മെറ്റീരിയൽസ് നോക്കിയിട്ട് അതിൻ്റെ ലേബറും കണക്കൂട്ടിയിട്ടാണ് ഗേറ്റും കാര്യങ്ങൾ ചെയ്യുക. ഷട്ടറാണെന്നുണ്ടെങ്കിലോ സ്ക്വയർ ഫീറ്റ് ലേബറായിട്ടാണ്. അത് പല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ടാവും. അതായത് ഷട്ടറുകൾ തന്നെ. അതുപോലെ CR വരും, GI വരും, പൗഡർ കോട്ടിങ് വരും. അതിനൊക്കെ അതിൻ്റെ പല മോഡലുകളുണ്ട്. അതിനൊക്കെ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് അതെടുക്കുക. പിന്നെ ഷീറ്റ് റൂഫിങ്ങും തന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റിന് എടുക്കുക. അത് 1 സൈഡ് മേച്ചിലുണ്ട്, പിന്നെ നമ്മുടെ 2 സൈഡ് മേച്ചിലുണ്ട്, പിന്നെ 4 മൂലാറ് അങ്ങനെ മേച്ചിൽ. അതൊക്കെ വേറെ വർക്കിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസം വെച്ചാലും റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അതുണ്ടാവാറുണ്ട്. അത് ഓരോന്ന് നമ്മൾ കമ്പനികൾ പരിചയപ്പെടുത്തും. അതിനനുസരിച്ച് നമ്മൾ പുതിയ അപ്ഡേഷൻ നടത്തും. കാലത്തിനനുസരിച്ച് നമ്മൾ നീങ്ങിയാലോ നമ്മൾ മുന്നിൽ നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ ബാക്കിൽ പോകും. പിന്നെ ഞങ്ങൾ ഈ കടയത്തിൽ ഷോപ്പിൽ 10 ആളുണ്ട്. പിന്നെ അവിടെ നമ്മളെ ചൂരക്കോട് ഷോപ്പിൽ ഒരു 7 ആളുണ്ട്. ഉപ്പൻ്റെ ഒരു പിന്നെ 12 വയസ്സുകൊണ്ട് ഉപ്പ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മ മരിച്ചപ്പോൾ 2 കൊല്ലമായിട്ടുള്ളൂ. ഉമ്മ ഇപ്പോൾ ഒരു 89 വയസ്സായിട്ടാണ് മരിച്ചത്. അതിനാണ്. പിന്നെ എനിക്ക് മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണും 2 പെണ്ണുമാണ്. മൂത്ത ആണ്, എൻ്റെ താഴെ 2 പെൺകുട്ടികൾ, എൻ്റെ താഴെ ഒരു ആൺകുട്ടി. അങ്ങനെ 4 മക്കളാണ്. ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സുകൾ തന്നെയാണ് നമുക്ക് ധൈര്യം തന്നത്. അതായത് നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും. അപ്പം എൻ്റെ കയ്യിൽ വട്ടപ്പൂച്ചയായിരുന്നു ആ ടൈമിൽ, തുടങ്ങുന്ന ടൈമിൽ. എൻ്റെ ഉപ്പ മരിച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ വേറെ ചെറിയ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പക്ഷേ വേറെ ഒന്നുണ്ട്. എൻ്റെ ഉപ്പയായിട്ടുണ്ടാക്കിയ ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് വാടകയ്ക്കല്ലാതെ എനിക്ക് സ്ഥലം കിട്ടി. അതാണ് എൻ്റെ മെയിൻ ധൈര്യം. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ എനിക്കതിന് മറ്റേ ഇത് തന്നു. അതായത് ധൈര്യം തന്നു. അനക്ക് വിജയിക്കാൻ പറ്റും, എനിക്ക് നാട്ടിലേറ്റ ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ഇതിൽ തന്നെ പോകും എന്നുള്ളത് അവർ ധൈര്യം തന്നു. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ മെയിനായിട്ട് പിന്നെ വ്യാപാര വ്യവസായത്തിലുണ്ട് ഇപ്പോൾ ഇവിടെ. പിന്നെ അതുമാതിരി പിന്നെ ഇവിടെ പള്ളിയിൽ കമ്മിറ്റിയൊക്കെ ഉണ്ട്, അതിൽ വർക്കുണ്ട്. പിന്നെ അതുപോലെ പിന്നെ പാലിയേറ്റീവിൻ്റെ അതിൽ ചെറുതായിട്ടൊക്കെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അത് നമ്മൾ മറ്റേ സത്യസന്ധമായിരിക്കുക മെയിനായിട്ട്. അതായത് മറ്റേ ചെയ്യുന്ന ജോലി വളരെ സത്യസന്ധമായി ചെയ്യുക. നമ്മൾ പറഞ്ഞത് മാതിരി അവർക്ക് ക്വാണ്ടിറ്റിയുടെ അളവിലുള്ള ചെയ്ത് കൊടുക്കുക. പിന്നെ ടൈമിങ് കറക്റ്റായി കൊടുക്കുക. അതിനൊക്കെ നമ്മൾക്ക് ഉപദേശിക്കാനുള്ളത്. നന്ദി പറഞ്ഞാൽ എൻ്റെ അതായത് ആദ്യമായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ സ്ഥലം ഇതൊക്കെ എൻ്റെ ഫാദറിനോട് മരിച്ചു പോയിരുന്നു അവരോട്. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളെ സപ്പോർട്ട് എല്ലാം ഇതിൽ എല്ലാം നന്ദി കടപ്പാടും വേണം. ഭാവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്.
അതായത് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഷട്ടറിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ അതൊരു കമ്പനി ലെവലിലാണ്. അതുണ്ട്. പിന്നെ അതുമാതിരി ടൂൾസിൻ്റെ പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റേ മെഷീൻ ടൂൾസ് അതിൻ്റെ ഒരു 3-4 ഔട്ട്ലെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളൊരു പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അടുത്ത് തന്നെ അത് അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു. അടുത്ത് തന്നെ അത് സംരംഭം തുടങ്ങും. ഇത് ടാറ്റയുടെ സ്റ്റീലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് ടാറ്റ സ്റ്റീൽ ഷീറ്റിലാണ്. തുരുമ്പിടിക്കാത്ത മികച്ച ഗുണനിലവാരമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച GST നിർമ്മാതാക്കളായ ടാറ്റ കമ്പനിയുടെ GST കൊണ്ടുള്ള നിർമ്മാണമാണിത്. അതിൽ തുരുമ്പ് പിടിക്കില്ല, പിന്നെ പ്രാണിക്കുത്തി വരില്ല, പിന്നെ ചെതൽ പിടിക്കില്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല, മറ്റേ ചെപ്പശ്ശേരി പട്ടാമ്പി റൂട്ട് നെല്ലായ എന്ന് പറയും. ചെപ്പശ്ശേരിയിൽ നിന്ന് 3 കിലോമീറ്റർ അതിലാണ് ഈ സ്പോട്ട് കിടക്കുന്നത്.